ഡേറ്റ് പ്രഖ്യാപിച്ചു. ഇലക്ഷൻ ഡേറ്റ് പ്രഖ്യാപിച്ച് 1 മണിക്കൂറിനുള്ളിൽ CPM അതായത് എൽ ഡി എഫിന്റെ മുഴുവൻ സ്ഥാനാർത്ഥികളും റോഡ് ഷോയ്ക്ക് വേണ്ടി ഇറങ്ങി. സോ ഈ സാഹചര്യത്തിൽ നമുക്ക് നമ്മുടെ കോംറേഡ് സേതലക്ഷ്മിയോട് ചോദിക്കാം, എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? അങ്ങനെ പറയല്ലേ, എന്തെങ്കിലുമൊക്കെ പറയും. അതായത് ഈ ഇലക്ഷൻ സമയത്ത് ചേച്ചിയുടെ നാട്ടിൽ പോകാൻ റൊമാൻറ്റിഫിക്കേഷൻ എന്നൊക്കെ പറഞ്ഞോണ്ടല്ലോ ഒരേ അത് കാണിച്ചു നോക്കി. അതായത് പിണറായിക്കെതിരെ മത്സരിക്കാൻ കോൺഗ്രസിന് ആളില്ല, പേടിയാന്ന് മത്സരിക്കാൻ. എന്റെ മോനാ എന്താ ചെയ്യാ, കളി വേറെ. അതായത് അവിടെ തന്നെ അവരുടെ കോൺഫിഡൻസ് പക്ക. ആ ഒരു കോൺഫിഡൻസ് വെച്ച് കഴിഞ്ഞാൽ ഇനി ഒരു സംശയമില്ല, സീറ്റിന് വേണ്ടി അടിയില്ല, ഒന്നുമില്ല, ഒരു പ്രശ്നമില്ല. ഇന്ന ആള് പരിപാടി കഴിഞ്ഞ് പറഞ്ഞ് ഇറങ്ങി പൊളിച്ച്. എന്ന് വെച്ചാൽ നാട്ടിൽ ഇലക്ഷൻ സമയത്ത് ഇവിടെ ആയിരിക്കും എനിക്ക് ഏറ്റവും വിഷമമുള്ളൊരു കാര്യം. നാട്ടിൽ വേറെ ഒന്ന് പെരുന്നാൾ പോലെ എനിക്ക് കുഴപ്പമില്ല, എനിക്ക് ഇലക്ഷന്റെ കലാശക്കൊട്ടിനെങ്കിലും പോകണോ. എനിക്ക് തപ്പുരാരെ അതിനെല്ലാം എന്റെ വേണ്ടേ. നമുക്ക് എന്തോ കലാശക്കൊട്ടിന് പോയാലോ? കലാശക്കൊട്ടോളം പോകാൻ പറ്റും. ഞാൻ കുട്ടി ഇതുപോലത്തെ ഒരു പൂക്കി മന്ത്രി, പിള്ളേർ കളിക്കുന്നത് ഞങ്ങളുടെ പൂക്കി വിദ്യാഭ്യാസ മന്ത്രി. അതായത് ഓർമ്മയുണ്ടോ, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സ്കൂളിൽ മറ്റേ റേഷനയുടെ ചോറും മറ്റേ സാമ്പാർ നമ്പർ ചേച്ചി ഒരു കറി ഉണ്ടാക്കി തരും. അത് കഴിച്ചാൽ എനിക്ക് വയറ്റിളക്കമായിരുന്നു. ഞാൻ അതുകൊണ്ട് സ്കൂളിൽ കഴിക്കത്തില്ല, ഞാൻ വീട്ടിൽ നിന്ന് ഫുഡ് കൊണ്ടുപോകുന്നത്. ഇപ്പൊ പിള്ളേർക്ക് മന്തി, ബിരിയാണി, ഫ്രൈഡ് റൈസ്. ഞാനും കൊണ്ടുപോയിട്ടില്ല. ഭയങ്കര വിഷമം. ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്ന സമയത്ത് പഠിക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ളത് എനിക്ക് സത്യം എനിക്ക് ഭയങ്കര വിഷമമുള്ള കാര്യം. വേറെ ഒരു മന്ത്രി എനിക്ക് ശിവൻകുട്ടി പുള്ളി മുത്ത് ജമ്മാണ്. ഏറ്റവും നല്ല വിദ്യാഭ്യാസ മന്ത്രി എന്ന് വെച്ചാൽ അതായത് പുള്ളി, അതായത് പിള്ളേർക്ക് വേണ്ടിയുള്ള മന്ത്രി. ശരിക്കും പിള്ളേരുടെ പ്രശ്നങ്ങൾ, അതായത് സ്കൂൾ ബാഗ്. എനിക്ക് പണ്ട് സ്കൂൾ ബാഗ് ഇട്ടുകൊണ്ട് എനിക്ക് എന്നും പുറമേതനായിരുന്നു. ട്യൂഷൻ പോകാൻ പറ്റാണ് ഞാൻ ഇത് കലയ്ക്കും. ഇന്നത്തെ എനിക്ക് എണ്ണ ഇട്ടാൽ തന്നെ സ്കൂളിൽ ട്യൂഷൻ ഇട്ടോണ്ടിരുന്നത്. അതിന് ഭയങ്കരമായ പിള്ളേർക്ക്. അതുപോലെ PT പീരീഡ്, എത്ര PT പീരീഡ് മാത്സ് ടീച്ചർ കൊണ്ടുപോയിരിക്കുന്നത്. ഇപ്പം പിള്ളേർക്ക് PT പീരീഡ് PT തന്നെ. അതുപോലെ സൂംബ ഡാൻസ്, അത് ഇത് മറ്റേത് മറ്റൊന്നും പുള്ളി. ടൂറ്. ഞാൻ എന്റെ ജീവിതത്തിൽ ആകെ സ്കൂളിൽ നിന്ന് 4ാം ക്ലാസ്സിൽ ബാക്ക് ബെഞ്ചേഴ്സ് ഇല്ല. 4ാം ക്ലാസ്സിൽ ഒറ്റ ടൂറിനാണ് പോയത്. അതും എനിക്ക് മറ്റേ ഏതൊരു സ്കോളർഷിപ്പിന് 1000 രൂപ ഉണ്ടായിരുന്നു. അതിനകത്ത് സാറ് 400 എടുത്തിട്ട് ഇത് സ്കൂൾ ടൂറിന്റെ ഫീസാന്ന് പറഞ്ഞാൽ ഇത് എടുത്ത് ബാക്കി 600 കൊടുത്തോളൂ. അതുകൊണ്ട് ഞാൻ ട്രിപ്പ് പോയി. അല്ലാണ്ട് ഇപ്പം ഒരു വിദ്യാർത്ഥി പോലും സ്കൂൾ ടൂറിന് പോകാതിരിക്കരുത്, എല്ലാവരും പോകണം. പക്ഷേ പുള്ളി പിള്ളേർക്ക് വേണ്ടി. അതുപോലെ മറ്റേ ഡാൻസ്, എക്സസൈസ് ഡാൻസ് ഇല്ലേ, സൂംബ ഡാൻസിന് പുള്ളി പറഞ്ഞു പിള്ളേർ ഡാൻസ് കളിക്കോ കളിക്കാതിരിക്കുന്നത് പിള്ളേർ ഇഷ്ടം, പക്ഷെ ടീച്ചർമാർ ഡാൻസ് കളിക്കണം ചെയ്യും അസംബ്ലിയിൽ. അതുപോലെ ഈശ്വര പ്രാർത്ഥന പിള്ളേർക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ ചെല്ലാൻ മതി, ഇല്ലെങ്കിൽ ചെല്ലാൻ. അതൊക്കെ പിള്ളേർ ഇഷ്ടം, നിങ്ങൾ അതിനകത്ത് ഇടപെടേണ്ട ആവശ്യമില്ല. അതുപോലെ സൂംബ ഡാൻസ് അത് അവർ ഇഷ്ടം, അവർ കളിക്കോ കളിക്കാതിരിക്കും, അത് അവർ ഇഷ്ടം. ടീച്ചർ പക്ഷെ കളിച്ചു വെക്കത്തുള്ളൂ.